നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2024 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് വസ്തുതകളുടെ ഡിസ്കഷനാണ്. പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, പി വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രം അടുത്തിടെ അന്തരിച്ചു. പേരെന്താണ്? കുറുമാട്ടി എന്ന കഥാപാത്രമാണ് അടുത്തിടെ അന്തരിച്ചത്. കുറുമാട്ടി എന്ന രാഗിണിയമ്മ. അടുത്ത ചോദ്യം, അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ല ഏതാണ്? കണ്ണൂർ. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിന്റെ പേരാണ് ഓർഡർ എന്ന പോർട്ടൽ. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഡെവലപ്പ് ചെയ്തത്? ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ മാസം 26-നാണ്. 2024 ഏപ്രിൽ മാസം 26-നാണ് കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അടുത്ത ചോദ്യം, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ഏത് നവോത്ഥാന നായകന്റെ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂക്കുത്തി സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അടുത്ത ചോദ്യം, 2024 ജനുവരി 16-ന് 100ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട മലയാള കവി ആരാണ്? കുമാരനാശാനാണ്. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് മാത്യു. 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയുടെ പേരെന്താണ്? ആനി ജോർജ് മാത്യു. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, കമ്പനി LGS അടുത്ത വർഷം വരാനിരിക്കുന്ന സുവർണ അവസരങ്ങളാണ്. കൂടാതെ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്ന ഫയർമാൻ, ഫയർ വുമൺ, 10th പ്രിലിംസ് പരീക്ഷ, സെക്രട്ടേറിയറ്റ് OA പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, 10th പ്രിലിംസ് ആൻഡ് മെയിൻസ് എക്സാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് ലിമിറ്റഡ് പീരീഡിലേക്ക് കോഴ്സ് ഫീസിൽ വൺ ഡിസ്കൗണ്ടും അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. കൂടാതെ കോഴ്സിൽ തന്നെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK, ഡൗട്ട് ക്ലിയറിംഗ് ഫെസിലിറ്റി എല്ലാം അവൈലബിൾ ആണ്. എക്സാം ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം കൂടെ ഉള്ള പാക്കേജ് ആണ്. ഒറ്റ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് കോഴ്സ് അങ്ങനെ ഒന്നുമില്ല. എല്ലാം കൂടി ചേർന്നതാണ്. നിങ്ങൾക്ക് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും ഇതിനകത്ത് എല്ലാത്തിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, സ്റ്റഡി പ്ലാനോട് കൂടിയാണ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കാം. കെ സ്മാർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കെ സ്മാർട്ട് പദ്ധതി തുടക്കം കുറിച്ചത് 2024 ജനുവരി മാസം 1-നാണ്. 2024 ജനുവരി മാസം 1. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻറ്റ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കൊല്ലം ജില്ല. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ ഏത്? ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര നഗരസഭ. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏത്? തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്താണ്. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്താണ് തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക് പാലം. കേരളത്തിലെ ആദ്യ ദീപാലംകൃത പാലം എവിടെയാണ്? ഫറോക്ക് പാലം. അടുത്ത ചോദ്യം, 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച
കവിയും നിരൂപകനുമായ NK ദേശത്തിന്റെ ശരിയായ പേരാണ് N കുട്ടിക്കൃഷ്ണപിള്ള. NK ദേശത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? N കുട്ടിക്കൃഷ്ണപിള്ള. N കുട്ടിക്കൃഷ്ണപിള്ള. രാജ്യാന്തര AI ഉച്ചകോടിക്ക് വേദിയായ കേരളത്തിലെ നഗരമാണ് കൊച്ചി. കൊച്ചി നഗരം രാജ്യാന്തര AI ഉച്ചകോടി. കാപ്പാട് ബീച്ചിന്റെ ഒരു ഫാക്റ്റ് ആണ്, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽ തീരം. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ്. മുൻ ചീഫ് സെക്രട്ടറിയും മുഖ്യ വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ അതിജീവനം. അതിജീവനം ആരുടെ ആത്മകഥയാണ്? വിശ്വാസ് മേത്ത. ഡോക്ടർ വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ സ്ക്വയറിലാണ് കൊണ്ടുവന്നത്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ, കോഴിക്കോട്. അടുത്തൊരു പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന പദ്ധതി. ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി. ഓർമ്മത്തോണി എന്ന പദ്ധതി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഡിമെൻഷ്യ സൗഹൃദ കേരളം സാക്ഷാത്കരിക്കുന്നതിനായി. അടുത്ത ചോദ്യം, മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് അറിയപ്പെടുന്നത്? സിവിൽ ജഡ്ജി എന്ന പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്. മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഏത് പേരിലാണ്, ഏത് ഔദ്യോഗിക സ്ഥാനപ്പേരിലാണ് ഇനി മുതൽ അറിയപ്പെടുന്നത്? സിവിൽ ജഡ്ജി. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. തൃശ്ശൂർ. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി എവിടെയാണ്? തൃശ്ശൂർ. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. 2024 മാർച്ചിൽ 100ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സത്യാഗ്രഹം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 രൂപയാണ്. തൊഴിലുറപ്പ് വേതനം എത്രയാണ്? 346 രൂപ. 2023 കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശനം നടത്തിയത്. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. പ്രൊഫസർ TN സതീശൻ. അടുത്തൊരു പദ്ധതിയാണ് സ്നേഹഹസ്തം എന്ന പദ്ധതി. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹഹസ്തം. ആദിവാസി ജനതയ്ക്ക് ആരോഗ്യ സേവനങ്ങൾ നേരിട്ടെത്തിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാ? സ്നേഹഹസ്തം. KM മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. ആത്മകഥ എന്നത് തന്നെയാണ് KM മാണിയുടെ ആത്മകഥ. അടുത്ത ഒരു പുതിയ ഇനം ഓന്തിന്റെ പേരാണ് വടക്കൻ കങ്കാരു ഓന്ത്. ഇടുക്കിയിലെ കുളമാവിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ സ്പീഷീസ് ഓന്താണ് വടക്കൻ കങ്കാരു ഓന്ത്. വടക്കൻ കങ്കാരു ഓന്തിന്റെ ശാസ്ത്രീയ നാമം അഗസ്ത്യ ഗാമ എഡ്ജ്. അഗസ്ത്യ ഗാമ എഡ്ജ്. അടുത്ത ചോദ്യം, കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡ് ഏതാണ്? അരകവ്യൂഹമാണ്. അരകവ്യൂഹം. കേരള കലാമണ്ഡലം. മൊത്ത ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യ ജില്ലയാണ് എറണാകുളം ജില്ല. പ്രതിശീർഷ വരുമാനം എറണാകുളം ജില്ല. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി വനിത എന്ന ബഹുമതിക്ക് അർഹയായ ആരുടെ 125ാമത് ജന്മവാർഷികമാണ് 2024 മാർച്ച് 27 ആഘോഷിച്ചത്? ലക്ഷ്മി N മേനോന്റെ 125ാം ജന്മവാർഷികം. അടുത്തൊരു ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി
IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. DC കണക്ട് 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ്. ഇമ്പോർട്ടന്റ് ചോദ്യം. പ്രഭാവർമ്മ. രൗദ്ര സാത്വികം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. രൗദ്ര സാത്വികം ആരുടെ കൃതിയാണ്? പ്രഭാവർമ്മയുടെ കൃതി. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. ഇമ്പോർട്ടന്റ്. സക്കറിയ. സക്കറിയയാണ് 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ്. ആട് ജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ആരാണ്? ബ്ലസിയാണ്. ബ്ലസി. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസി. ഇതിൽ നജീബ് മുഹമ്മദ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആരാണ്? പൃഥ്വിരാജാണ്. പൃഥ്വിരാജ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരാം. കുറുമാട്ടി എന്ന രാഗിണി P. വത്സലയുടെ നെല്ല് എന്ന നോവലിലെ ജീവിച്ചിരുന്ന കഥാപാത്രമാണ്. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയ ഇന്ത്യയിലെ തന്നെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. ഓർഡർ എന്ന പോർട്ടൽ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ്. കേരളത്തിൽ 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ 26. ആറാട്ടുപുഴ വേലായുധ പണിക്കർ 150ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്. കുമാരനാശാന്റെ 100ാം ചരമവാർഷികം 2024 ജനുവരി 16. ആനി ജോർജ് മാത്യു 16ാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി. കെ സ്മാർട്ട് പദ്ധതി ആരംഭിച്ചത്, തുടക്കം കുറിച്ചത് 2024 ജനുവരി 1. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കൊല്ലം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കൊട്ടാരക്കര. സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് മലയങ്കീട്. കേരളത്തിലെ ആദ്യ ദീപാലങ്കൃത പാലം ഫറോക്ക്. N. കുട്ടിക്കൃഷ്ണപിള്ള എന്നതാണ് NK ദേശത്തിന്റെ ശരിയായ പേര്. രാജ്യാന്തര AI ഉച്ചകോടി കൊച്ചിയാണ്. കാപ്പാട് കോഴിക്കോട്. ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽത്തീരം. അതിജീവനം എന്നത് വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ കോഴിക്കോട്. ഡിമൻഷ്യ സൗഹൃദ കേരളം ഓർമ്മത്തോണി എന്ന പദ്ധതി. സിവിൽ ജഡ്ജി മുനിസിഫ് മജിസ്ട്രേറ്റ് മുതൽ സബ് ജഡ്ജി വരെയുള്ളവർ ഇനി മുതൽ ഈ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഓഫ് കേരള 2024 വേദി തൃശ്ശൂരാണ്. വൈക്കം സത്യാഗ്രഹം 100ാം വാർഷികം ആഘോഷിച്ചു. 346 രൂപയാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം. കേരളത്തിലെ പുതുക്കിയ വേതനം. ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച കേരളത്തിലെ ജില്ല എറണാകുളം ജില്ല. മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിന്റെ ചെയർമാനായി നിയമിതനായ മലയാളിയാണ് പ്രൊഫസർ TN സതീശൻ. സ്നേഹഹസ്തം എന്ന പദ്ധതി ആദിവാസി ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. KM മാണിയുടെ ആത്മകഥ. വടക്കൻ കങ്കാരു ഓന്ത് പുതിയ സ്പീഷീസ്. ഓന്തിന് നൽകിയ പേര്. അരകവ്യൂഹം എന്നത് കേരള കലാമണ്ഡലത്തിൽ നിന്നുള്ള PG വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മ്യൂസിക് ബാൻഡാണ്. എറണാകുളം മൊത്ത ജില്ല മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ്. 2024 മാർച്ച് 27 ലക്ഷ്മി N. മേനോന്റെ 125ാം ജന്മവാർഷികമാണ് ആഘോഷിച്ചത്. DC കണക്ട് എന്നത് IT മിഷൻ ഒരുക്കിയ ഓൺലൈൻ സംവിധാനമാണ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടി. പ്രഭാവർമ്മയ്ക്കാണ് 2023 33ാമത് സരസ്വതി സമ്മാൻ ലഭിച്ചത്. കൃതി ഏതാ? രൗദ്ര സാത്വികം. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സക്കറിയ. ബ്ലസിയാണ് ആടുജീവിതത്തിന്റെ സംവിധായകൻ. നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാകുമ്പോൾ ഫീസിന് ഡിസ്കൗണ്ടും ഉണ്ട്. മാക്സിമം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കോളാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.